Hello there, welcome to another video of Learn with Saul. Okay, next നമ്മൾ നോക്കുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നാണ്. ആ ഒരു വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മേലൂടെ എന്താണ് സ്ലൈഡ് ചെയ്യുക അല്ലെങ്കിൽ ടെൻ ടു സ്ലൈഡ്, അതൊക്കെ പിന്നെ ബോഡി മൂവ്സ് ഓർ ടെൻ ടു സ്ലൈഡ് ഓർ അനദർ ബോഡി. അപ്പം ആ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഇതൊരു ബോഡിയാണ്, ഇത് മറ്റൊരു ബോഡിയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഈ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ എന്താണ് മൂവ് ചെയ്യുകയാണെങ്കിൽ ടെൻ ടു മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോഡിക്ക് എന്താണ് ഈ ഒരു സർഫസ് കാരണം എന്താണ് ആ ഒരു ബോഡിയുടെ ഇത് കാരണം ഒരു ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ വരുന്ന ഫ്രിക്ഷനെയാണ് എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പം ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഈ ഒരു ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷന് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അതിനകത്ത് തന്നെ വരുന്ന മറ്റൊരു ടേം എന്ന് പറയുന്നത് ഡ്രൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൂളം ഫ്രിക്ഷൻ എന്താണ്. ഈ ഒരു ഡ്രൈ ഫ്രിക്ഷനെ പറയുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അതായത് അൺലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് രണ്ട് ബോഡീസ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സൈക്കിളിലേക്ക് ചെയിൻ. ഓക്കെ, ചെയിനകത്ത് നമ്മൾ ഗ്രീസ് എല്ലാം മാറ്റിയിട്ട് അതായത് നമ്മൾ ഒരുപാട് ഇപ്പം സൈക്കിളൊക്കെ ഒരുപാട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അതിനകത്തുള്ള ഗ്രീസ് എല്ലാം പോകും. അപ്പം ഈ ഒരു ചെയിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു ചെയിൻ എന്ന് പറയുന്ന മറ്റൊരു ബോഡി ആ ഒരു ഗ്രൂവിൽ കൂടെയാണ് അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ രണ്ടും അൺലൂബ്രിക്കേറ്റഡ്, അതായത് നമ്മൾ ചെയിനകത്ത് സൈക്കിൾ ചെയിനകത്ത് ഗ്രീസ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു മൂവ്മെൻറ്റ് കാരണം എന്ത് സംഭവിക്കും? സൈക്കിളിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ. അതായത് ഈ ചെയിൻ ഓരോ പ്രാവശ്യവും നമ്മൾ പെഡൽ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? കാരണം അൺലൂബ്രിക്കേറ്റഡ് ആണ് അല്ലേ, ഒരു ഡ്രൈ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സർഫസ് റഫ്നെസ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല സൗണ്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിനാണ് അതായത് അൺലൂബ്രിക്കേറ്റഡ് സർഫസ് ഓഫ് ടു ബോഡീസ് ഇൻ കോണ്ടാക്ട് സ്ലൈഡ് ഓർ ടെൻ ടു സ്ലൈഡ് റിസൾട്ടൻറ്റ് ഫ്രിക്ഷനെയാണ് നമ്മൾ ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, ആ സൈക്കിൾ ചെയിൻ്റെ കേസ് എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഗ്രീസ് ഒട്ടും ഇടാത്ത കേസിലാണെങ്കിൽ ആ ഒരു രണ്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് നമ്മൾ ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് കൂളം ഫ്രിക്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ അതായത് ഈ ഒരു ഡ്രൈ ഫ്രിക്ഷൻ്റെ ഒരുപാട് പ്രിൻസിപ്പിൾസും അതുപോലെ ഒരുപാട് കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളായിരുന്നു കൂളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൂളം ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും വരയ്ക്കുന്ന ഫിഗറാണ്. ഇതൊരു സർഫസിൽ വെച്ചേക്കുവാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് W ആക്ട് ചെയ്യുന്നു. ഈ ഒരു സർഫസ് ഒരു നോർമൽ റിയാക്ഷൻ RN മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്നു. ഞാനൊരു ഫോഴ്സ് അപ്ലൈ കൊടുക്കുവാണെങ്കിൽ ആ ബോഡിയെ പുഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷൻ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഇത്രയും കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. അത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫ്രിക്ഷൻ അലോങ് Y ആക്സിസും അതുപോലെ ലോഡ് അലോങ് P ആക്സിസും എടുത്തു. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഈ ഒരു കർവ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിയുടെ വാല്യൂ അതായത് ഞാൻ ലോഡൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ P എന്ന് പറയുന്നത് ഞാൻ ലോഡൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ പിയുടെ വാല്യൂ കുറച്ച് കൂടുതൽ കൊടുത്തപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടായി. നമ്മൾ ഓരോ വാല്യൂ കൂടുതൽ കൊടുത്ത് വന്നപ്പോഴത്തേക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ പിയുടെ വാല്യൂ ഏതോ ഒരു സെർട്ടൻ വാല്യൂയിൽ എത്തിയപ്പോൾ നമ്മൾ നേരത്തെ 150 kN കാര്യങ്ങളൊന്നും അസ്യൂം ചെയ്യുക. പിയുടെ വാല്യൂ അപ്പം ഏതോ ഒരു സെർട്ടൻ വാല്യൂ എത്തിയപ്പോഴത്തേക്കും ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Fmax ആയി മാറി, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനായി മാറി. അതായത് വളരെ ആ ഫ്രിക്ഷൻ എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആയി മാറി. അതായത് അതിനുശേഷം ആ ബോഡി മൂവ്മെൻറ്റിൻ്റെ അതായത് മൂവ് ചെയ്യുന്നതിൻ്റെ വേർജിലാണ്. അതായത് ഇനി ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അപ്പം പിയുടെ വാല്യൂ 0 എന്നപ്പം എഫിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം ഈ ഒരു പോയിന്റ് വരെ ഒരു സെർട്ടൻ പോയിന്റ് ലോഡിൻ്റെ സെർട്ടൻ പോയിന്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ P = F എന്ന് എഴുതാം. അതായത് ബോഡി മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂവിന് ശേഷമേ ബോഡി മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം ഒരു സെർട്ടൻ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഈ ബോഡി എന്ന് പറയുന്നത് വേർജ് ഓഫ് മൂവ്മെൻറ്റിൽ അതായത് ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മൾ Fmax എന്ന് വിളിച്ചത് അല്ലേ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിച്ചത്. അതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ Fmaxൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് താന്നിട്ടുണ്ട്. ഓക്കെ, താന്ന് അതിനുശേഷം പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോയത്. അതായത്
ഈ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന ഈ ഒരു പോയിന്റിന് ശേഷം ആ ഒരു കർവ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് അവിടെ ആ ഒരു കർവ് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ലൈറ്റ്ലി അതൊന്ന് താഴോട്ട് പോയി അതിനുശേഷം പിന്നെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഓക്കെ, അതായത് അവിടെ എന്താണ് സംഭവിച്ചത്, ആ ഒരു നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ എന്താണ് ബോഡി റെസ്റ്റിലിരിക്കത്തുള്ളൂ, അതിനുശേഷം എന്താണ് ബോഡി മൂവ് ചെയ്തോളും. അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പഠിച്ചാൽ പറഞ്ഞിരുന്നു, ബോഡി മോഷനിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഫ്രിക്ഷൻ്റെ പേരാണ് എന്താണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം F=P ഈ ഒരു പോയിന്റ് വരെ ബോഡി എന്താണ് മൂവ്മെന്റ് ഒന്നുമില്ല, സ്റ്റേഷനായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ബോഡി റെസ്റ്റിലായിരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ലിമിറ്റിംഗ് വാല്യൂ ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂനെക്കാട്ടും കുറവാണെങ്കിൽ ബോഡി മൂവ്മെന്റ് ഒന്നുമില്ല, അവിടെ തന്നെ ഇരിക്കും. ഇനി എന്താണ് ബോഡി ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം എന്താണ് ഈ ഒരു പോയിന്റ് F=F max. ലിമിറ്റ് അതായത് ഫ്രിക്ഷൻ എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ വരെയാണ് എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറയും. അതിനുശേഷം എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബോഡീസ് ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം ആണ് F=F max എന്ന് പറയും. ബോഡി മോഷനിലാവുന്ന എപ്പോഴാണ് പീഡ് നമ്മൾ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഓക്കെ എന്താണ് ബോഡി തീർച്ചയായിട്ടും മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനകത്ത് മെയിനായിട്ടുള്ളത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുക അല്ലെങ്കിൽ ടെൻഡ് ടു സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനാണ്, അല്ലെങ്കിൽ ആ രണ്ട് ബോഡീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് നമ്മൾ ലിമിറ്റിംഗ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ഡ്രൈ ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെഡ്ജ് ഫ്രിക്ഷൻ എന്നാണ്. സോ ഫ്രിക്ഷനിൽ തന്നെ അടുത്തൊരു കാറ്റഗറി, അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ അടുത്ത വരുന്നത് എന്താണ് വെഡ്ജ് ഫ്രിക്ഷൻ എന്താണ്. വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെഡ്ജസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്കറിയാം ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഇതാണ് നമ്മൾ എന്താണ് വെഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ പോർഷനാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്കിപ്പം ഹെവി വെയിറ്റ് ഒക്കെ അതല്ലേ വലിയ ഹെവി വെയിറ്റ്സ് ഒക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു വെഡ്ജ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താണ് ആ ഒരു ഹെവി വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് യൂഷ്വലി പൊസിഷനൊക്കെ ഓക്കെ നമുക്കിപ്പോൾ ഒരു ഹെവി മെഷീൻ്റെ ഒക്കെ ഒന്ന് പൊസിഷൻ മാറ്റിയൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെഡ്ജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെഡ്ജ് വെക്കുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു വെഡ്ജ് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ആ ഒരു പൊസിഷൻ മാറ്റാൻ എളുപ്പമായിരിക്കും അല്ലേ. നമുക്ക് ആ താഴത്തെ കോൺടാക്റ്റുമായിട്ടുള്ള സർഫസ് വിടുമ്പോഴത്തേക്ക് എന്താണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് പൊസിഷനൊക്കെ മാറ്റി വെക്കാം. അതിന് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്താണ്, വെഡ്ജിൻ്റെ ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മൾ എപ്പോഴും കാണുന്നത് എന്താണ് ഹീൽസുകളിലാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പിലൊക്കെ ഉള്ള ഹീൽസിലാണ്. നമ്മൾ ലേഡീസിൻ്റെ ഇതിലാണ് നമുക്ക് വെഡ്ജ് ഷേപ്പ് ഹീൽസ് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂസിലും ഓക്കെ എന്താണ് ബോയ്സ് യൂസ് ചെയ്യുന്ന ഷൂസിലും ഒക്കെ നമുക്ക് വെഡ്ജ് ഷേപ്പിലുള്ള ഹീൽസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഹീൽസിനകത്ത് നമ്മൾ ഈ ഒരു വെഡ്ജ് ഷേപ്പ് കൊടുക്കുന്നത് എന്തിനാണ്, നമുക്ക് ഹൈറ്റ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് നമ്മൾ എന്താണ് നമ്മുടെ വെയിറ്റും കൂടെ താങ്ങിയിട്ടാണ് എന്താണ് ഈ ഒരു ഹീൽസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂസ് ഫോർ ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട് ഫോർ സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ബോഡി അല്ലേ. നമ്മുടെ ഹൈറ്റ് ഒന്ന് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീൽസ് ഉള്ള ഷൂസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീൽസ് ഉള്ള ചെരുപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതേ കാര്യം തന്നെയാണ് നമ്മൾ വെഡ്ജ് ഫ്രിക്ഷനിലും പറയുന്നത്. ഓക്കെ, അപ്പം വെഡ്ജിൻ്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ വെഡ്ജ് ഇസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ വെയിറ്റ് ലിഫ്റ്റർ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ വെഡ്ജ് ഹീലുള്ളൊരു ഷൂസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ ആ വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രോബ്ലവും ചെയ്യുമ്പോൾ എന്താണ് ഈ വെഡ്ജിൻ്റെ വെയിറ്റ് നമ്മൾ യൂഷ്വലി നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ആ വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു വെഡ്ജ് ഹീലുള്ളൊരു ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ എടുത്തിട്ട് നമ്മൾ ആ ഹീൽസ് ഇളക്കി മാറ്റുവാണെങ്കിൽ ആ ഒരു വെഡ്ജിന് എന്ത് വെയിറ്റ് കാണും, വളരെ നെഗ്ലിജിബിൾ വെയിറ്റ് ആയിരിക്കും. എന്താണ് അത് ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ നമ്മളിപ്പോൾ വെഡ്ജ് ഹീലുള്ള ഷൂസ് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ വെയിറ്റ് ആണ്. ഓക്കെ, ആ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മിക്ക കേസിലും നമ്മളെന്താണ് വെഡ്ജിൻ്റെ യൂഷ്വലി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്താണ് വെഡ്ജിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആയിട്ട് തന്നെ അതായത് എടുക്കാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അതിനൊന്ന് റിസോൾവ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ വെഡ്ജ് നമ്മൾ രണ്ടാമത് അനലൈസ് ചെയ്യും. നമുക്ക് ആദ്യം ആ മുകളിലുള്ള വെയിറ്റ് തന്നെ അനലൈസ് ചെയ്യും. ആ വെയിറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നേരത്തെ ആ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സൈഡിൽ എന്താണ് ഒരു സർഫസിൽ നിന്നൊരു റിയാക്ഷൻ ആക്ട് ചെയ്യും അല്ലേ. റിയാക്ഷൻ R1 ആ ഫ്രിക്ഷൻ ആ ഒരു വെഡ്ജിലോട്ട് ആ ഒരു ബോഡിയിലോട്ട് ആക്ട് ചെയ്യും. ഈ ബോഡി മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ സർഫസ് റഫ്നെസ് കാരണം
താഴോട്ട് അല്ലേ, മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും താഴോട്ട് ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. അതാണ് μ1r1 എന്ന് പറയും. ഓക്കെ, നേരത്തെ ആ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇരുന്നത്. അതിനകത്ത് ഇവിടെ സർഫസ് റഫ്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു R1 ആണ് ഈ വരുന്നത്. ഇത് മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് സർഫസ് റഫ്നെസ് കാരണം എന്താണ്, താഴോട്ടാണ് μ1r1 വരുന്നത്. ഇനി എന്താണ്, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, നോർമൽ റിയാക്ഷൻ R2 എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം. നോർമൽ റിയാക്ഷൻ അല്ല, സോറി, വെഡ്ജ്. അതായത് ഈ വെഡ്ജ് എന്ന് പറയുന്ന ഈ വെഡ്ജ് ഈ ബോഡിയിൽ കൊടുക്കുന്ന റിയാക്ഷനാണ് R2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബോഡി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വെഡ്ജും ആ ബോഡിയും തമ്മിലുള്ള സർഫസ് കോണ്ടാക്ട് കാരണം ഒരു ഫ്രിക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യും. അതാണ് μ2r2 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു വെഡ്ജ് ബോഡിയിൽ കൊടുക്കുന്ന റിയാക്ഷൻ ആണ് R2. അതെന്ന് പറയുന്നത് ആൽഫ ആംഗിൾ ആയിട്ട്, അതായത് ഓക്കെ സ്ലൈഡിങ്ങിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് R2 റിസോൾവ് ചെയ്യണം. ഇനി എന്താണ്, വെഡ്ജും അതുപോലെ ഈ ബോഡി എന്താണ് നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ വെഡ്ജ് അകത്തോട്ട് പോയിട്ടുന്നതനുസരിച്ച് ബോഡി താഴോട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ആ മൂവ്മെന്റ് കാരണം എന്താണ്, ഒരു ഫ്രിക്ഷൻ ആണ്. അതിനാണ് μ2r2 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇനി എന്താണ്, നമുക്ക് അതിനെ വെർട്ടിക്കലി ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, വെർട്ടിക്കലി ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമുക്കറിയാം, R2 R2 കോസ് ആൽഫ അല്ലേ, നമുക്കറിയാം മുകളിലോട്ടായിട്ട് ഇവിടെ ആംഗിൾ ഉണ്ട്. R2 കോസ് ആൽഫ മൈനസ് എന്താണ് μ2r2 അല്ലെ, ആംഗിൾ ഇല്ലല്ലോ, ഇങ്ങോട്ടായിരിക്കും വരുന്നത്. μ2r2 സൈൻ ആൽഫ മൈനസ് μ1r1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ഇവിടെ വരും, W കൂടെ വരും. ഓക്കെ, ഇട്ടുപോയി എന്നാണ്. അതിൻ്റെ കൂടെ മൈനസ് W = 0 ഒന്നുകൂടെ പറയുവാണ്. ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി μ1r1 താഴോട്ട്, മൈനസ് μ1r1 മൈനസ് W. ഇനി എന്താണ്, ഈ R2 അല്ലെ, R2 മുകളിലോട്ട്, അപ്പോൾ R2 കോസ് ആൽഫ. ഇനി ഈ μ2r2 എന്നാൽ ആ ഒരു വെഡ്ജ് ബോഡിയിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ ആണ്. അപ്പം μ2r2 താഴോട്ടാണ്, അപ്പം മൈനസ് μ2r2 എന്താണ്, സൈൻ ആൽഫ അല്ലെ, ആംഗിളുള്ള സൈൻ ആൽഫ = 0. ഇനി ഹൊറിസോണ്ടൽ ചെയ്യുമ്പോഴത്തേക്കും R2 സൈൻ ആൽഫ മൈനസ് R2 സൈൻ ആൽഫ, R1 റൈറ്റിലോട്ടാണ് പോസിറ്റീവ്, പ്ലസ് R1 മൈനസ് R2 സൈൻ ആൽഫ മൈനസ് μ2r2 കോസ് ആൽഫ എന്ന് പറഞ്ഞ് വരും. = 0. ഇത്രയും ആയപ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ബോഡിയുടെ എന്താണ് എല്ലാ വെയിറ്റും നമ്മൾ അനലൈസ് ചെയ്തു. ഇനി എന്താണ്, ഇനി ഇതുപോലെ വെഡ്ജിനകത്തുണ്ടാകുന്ന ഈ ബോഡി കാരണം വെഡ്ജിനകത്തുണ്ടാകുന്ന റിയാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനകത്തുണ്ടാകുന്ന ഫോഴ്സിനൊക്കെ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിസോൾവ് ചെയ്യാം. ഇനി അടുത്ത വെഡ്ജിനെയാണ് നമ്മൾ ചെയ്യുന്നത്. വെഡ്ജിന് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, R3 ആ ഒരു സർഫസ് R3 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഇനി എന്താണ്, ആ വെഡ്ജ് എന്താണ് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, റിയാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, വെഡ്ജ് നമ്മൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തേക്കുന്നത്, അപ്പം റിയാക്ഷൻ ഫ്രിക്ഷൻ അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതാണ് μ3r3 എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്ട് ചെയ്യുന്നത്, ഇനി വരുന്നത് നമുക്ക് മുകളിൽ ആ ഒരു വെയിറ്റ് കൊടുക്കുന്ന R2 എന്ന് പറയുന്നത്, അതായത് നേരത്തെ എഴുതിയ സെയിം സംഭവം R2 എന്ന് പറയുന്ന റിയാക്ഷൻ കാണും. ഇനി എന്താണ്, ഇത് തമ്മിൽ ഈ വെഡ്ജും ആ വെയിറ്റും കൂടെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ μ2r2 എന്ന് പറയും. അതും മേക്സ് ആൻ ആംഗിൾ ആൽഫ. ഈ R2 എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. P എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, വെഡ്ജിന് നമ്മൾ ഇങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത്, അപ്പം ഫ്രിക്ഷൻ അങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടലി ചെയ്യുമ്പോൾ μ3r3 പ്ലസ് μ2r2 കോസ് ആൽഫ പ്ലസ് R2 സൈൻ ആൽഫ മൈനസ് P = 0 എന്ന് പറഞ്ഞ് കിട്ടും. വെർട്ടിക്കലി ചെയ്യുമ്പോൾ എന്താണ്, R3 പ്ലസ് μ2r2 സൈൻ ആൽഫ മൈനസ് R2 കോസ് ആൽഫ = 0 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ബേസിക്കലി വെഡ്ജ് ഫ്രിക്ഷൻ്റെ പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ്റെ വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒന്നും പ്രോബ്ലംസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് തിയറിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത ഇനി ഒരു വീഡിയോയിനകത്തായിരിക്കും ഈ വെഡ്ജ് ഫ്രിക്ഷൻ്റെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ്റെ ഒക്കെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ്, ഈ വെഡ്ജ് ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് വരുന്ന കേസിൽ നമുക്ക് എന്താണ്, ഈ ഒരു ഓരോ ബോഡിയുടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്തോട്ട് ആ ഒരു വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ആൽഫയുടെയും അതുപോലെ എന്താണ് ഡബ്ല്യുവിൻ്റെ ഒക്കെ വാല്യൂസ് മ്യൂവിൻ്റെ ഒക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൽ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടെങ്കിൽ എന്താണ് ആ സമയത്ത് റിസോൾവ് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് എന്താണ് ഈ 4 ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഈ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇനിയിപ്പം വരുന്നത് നമുക്ക് ഈ ഒരു വെഡ്ജ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, സ്ലൈഡിങ്ങിൻ്റെ വെഡ്ജിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് എന്താണ് ലാഡർ ഫ്രിക്ഷൻ വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം.
മാക്സിമം എന്താണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം മെക്കാനിക്സിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് കണക്ട് ചെയ്ത് വന്നേക്കുന്നത്. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ ഇനിയും പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ബേസ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രധാനമായിട്ട് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രീ ബോഡി ഡയഗ്രാംസ് ഒക്കെ വളരെ ഇൻഡെപ്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക.